ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് പഴയ ഡ്രസ്സുകൾ വെച്ചിട്ട് നമുക്ക് കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പഴയ ഡ്രസ്സുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കളയാതെ എടുത്തു വെച്ചിട്ട് ഇതുപോലത്തെ ഉപകാരപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. 2 ടോപ്പും ഒരു ട്രാക്ക് പാൻറ്റും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നൈറ്റി ബിറ്റ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ടോപ്പുകളാണ്. ഇതിന് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുമ്പോൾ കോട്ടൺ തന്നെ എടുക്കുക. അത് നമുക്ക് പാൻറ്റിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗവും താഴത്തെ ഇതുപോലുള്ള കട്ടിയുള്ള ഭാഗവും കട്ട് ചെയ്ത് കളയാം. പഴയ നൈറ്റികളും പഴയ ടോപ്പുകളും ഒക്കെ വെച്ചിട്ട് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ കണ്ടു യൂട്യൂബിൽ. വടക്കാഞ്ചേരി നഗരസഭയുടെ അടിയിൽ ഇതുമാതിരി സ്ത്രീകൾ വീട്ടിൽ നിന്ന് പഴയ ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റംസ് തയ്യാറാക്കിയിട്ട് വിൽക്കുന്നത്. അത് അവർ അവിടെ തന്നെ റീസൈക്കിൾ ചെയ്തിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വീഡിയോ കണ്ടു ഇതിന് മുന്നേ ഞാൻ ഇതുപോലെ പഴയ ഡ്രസ്സുകൾ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചാനൽ തുടങ്ങുന്നതിനെക്കാട്ടും മുന്നേ തന്നെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ഇതിന് മുന്നേ 2 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ, ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടു പോകുമ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയിലും ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ടോപ്പിൽ നിന്ന് ഒരു 2 പീസ് ഈ സെയിം മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ട്രാക്ക് പാൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ജീൻസിൻ്റെയോ പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് ഒരു ഇത്തിരി തിക്നെസ് ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത് ഒരു പോട്ട് ഹോൾഡറാണ്. അപ്പോൾ ഇത്തിരി കട്ടി ഉണ്ടെങ്കിലല്ലേ നമുക്കത് ഓവണിൽ നിന്നൊക്കെ ഇറക്കാനും ഒക്കെ എളുപ്പമായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള തിക്നെസ് ഉള്ളത് നോക്കിയിട്ട് എടുക്കുക. ഈ ടോപ്പിൻ്റെ സ്ലീവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു വള്ളി പോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5 ഇഞ്ചിൽ മടക്കി തയ്ച്ച ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു 5 ഇഞ്ചിലൊരു വള്ളി കട്ട് ചെയ്തെടുക്കുക. 5 ഇഞ്ച് നീളവും ഒരു 3 ഇഞ്ച് വീതിയും ഉണ്ടായാൽ മതി. ഇതപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാദ്യം ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ടൊന്ന് തയ്ച്ചെടുക്കുക. വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തുണി രണ്ടും നല്ല പുറമായിട്ട് വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ ട്രാക്ക് പാൻറ്റിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് 4 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്കിത് അകമ്പുറം മറിച്ചെടുക്കണം. നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ള വള്ളി ഇതിനുള്ളിൽ വെച്ച് കൊടുക്കണം. നല്ല പുറം വരത്തക്ക രീതിയിൽ വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ. അപ്പോഴും മറിച്ചെടുക്കുമ്പോൾ ഇത് പുറത്തേക്ക് വരികയുള്ളൂ. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലാണ് ഞാൻ 2 ഇഞ്ചിട്ട് വിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇത്തിരി നല്ല കട്ടിയുള്ള ജീൻസാണ് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കോർണറുകളൊക്കെ ഒന്ന് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് മറിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ പുറത്തേക്ക് എടുത്താൽ മതി. ഇതപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കോർണറുകളൊക്കെ നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് കൂടെ ഒന്നെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ പെൻസിലോ വെച്ചിട്ട് ഈ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഈ കോർണറുകളൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് തയ്ക്കുക വേണ്ടുള്ളൂ. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലൂടെ. 2 കയ്യിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കിച്ചണിൽ ഹാങ് ചെയ്തിടുകയും ചെയ്യാം. അപ്പോൾ കാണാതാവുകയൊന്നും ചെയ്യില്ല. കിച്ചൺ ക്യാബിൻ്റെ അവിടെ ഹാങ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ എപ്പോഴും നമുക്കെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇനിയും പലതരത്തിലുള്ള പോട്ട് ഹോൾഡറുകൾ നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഐഡിയ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ മൂടിയില്ലേ, നമ്മുടെ നോൺ സ്റ്റിക്കിലൊക്കെ കിട്ടുന്ന മൂടി, അതെടുത്താലും മതി. ഇത് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള
പാത്രം എടുക്കുന്നത്. നമ്മൾ വരച്ചിട്ടുള്ള ഈ റൗണ്ടിലൂടെ കട്ട് ചെയ്തെടുക്കുക. റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അതേ ഷേപ്പിൽ തന്നെ ഒരു പാൻറ്റിൻ്റെ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പീസും കട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ ഹാൻഡിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നടുവിൽ പാൻറ്റിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടി കുറവുള്ള പാൻറ്റാണെങ്കിൽ 2 പീസായിട്ട് വെച്ച് കൊടുക്കുക. നല്ല കട്ടിയുള്ളതാണെങ്കിൽ 1 മതി. ഇതുപോലെ വെച്ചിട്ട് അതിന് മുകളിൽ നല്ല പീസ് വെച്ചിട്ട് ചുറ്റുപുറം ഒന്ന് തയ്ച്ചെടുക്കുക. ഇതുമേലൊന്ന് പ്രസ്സായിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ചുറ്റുപുറം പൈപ്പിങ് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. കുറച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ്സൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കാം. ചൂടുള്ള ഗ്ലാസ്സൊക്കെ ഇപ്പോൾ ടേബിളുമ്മ കൊടുന്ന് വയ്ക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വയ്ക്കാനായിട്ട് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ചൂടുള്ള സാധനങ്ങളൊക്കെ ടേബിളുമ്മ വയ്ക്കുമ്പോൾ കൈ പൊള്ളാതെ ഇങ്ങനെ പിടിക്കാൻ പറ്റും. കണ്ട, ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതല്ലെങ്കിൽ അടുപ്പത്തുനിന്ന് ഇറക്കിയിട്ട് വയ്ക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പം ഇനി അടുത്ത ഐഡിയ നോക്കാം. ഇനി അടുത്ത് നമുക്കൊരു സഞ്ചി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ടോപ്പിൻ്റെ ഇത്രയും ഭാഗമാണ് ബാക്കിയുള്ളത്. ഇത് ഓൾറെഡി 2ആയിട്ട് മടക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒന്നും കൂടെ മടക്കി കൊടുത്തിട്ട് ഈ സ്റ്റിച്ചിങ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സൈഡ് കൂട്ടിയിട്ടുള്ളതും അടി മടക്കി തയ്ച്ചതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. മേലത്തെ ഭാഗം വീതി കുറവല്ലേ, അപ്പോൾ ആ ഒരു വീതിക്ക് തന്നെ താഴേക്കും കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 20 ഇഞ്ച് ലെങ്ത്തും 15 ഇഞ്ച് വിഡ്ത്തുമാണ് എടുക്കുന്നത്. ഇപ്പോൾ 2 മടക്കിലിട്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്തത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു വള്ളി കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. 2 സൈഡിലേക്കും കൂടിയിട്ട് 2 ഹാൻഡിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഹാൻഡിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 23 ഇഞ്ച് നീളത്തിലുള്ളൊരു പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് 4.25 ഇഞ്ചാണ് വിഡ്ത്തുള്ളത്. അങ്ങനെയാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനത്തെ നല്ല തുണികളിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് വിൽക്കുകയും ചെയ്യാം. ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ നിരോധിച്ചിട്ടുള്ള കാരണം ഇങ്ങനത്തെ തുണി സഞ്ചികളൊക്കെ എല്ലാവരും യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് കച്ചവടം കിട്ടുകയും ചെയ്യും. ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് നേരത്തെ നമ്മൾ തയ്ച്ച പോലെ തന്നെ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സൈഡും ഇപ്പുറത്തെ സൈഡും പതിച്ചടിച്ച് കൊടുക്കുക. ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വിഡ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നാലേ ഹാൻഡിലൊരു തരി കട്ടി ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് സഞ്ചി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പുറം കൂട്ടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ ഭാഗം മടക്കി അടിച്ച് കൊടുക്കുക. അപ്പോൾ 3 സൈഡും അടിച്ചിട്ട് ഈ ഒരു ഭാഗം മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലുണ്ട്, തയ്ച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഹാൻഡിൽ പിടിപ്പിച്ച് കൊടുക്കാം. ഹാൻഡിൽ പിടിപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പ് നടു മടക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നടുഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് ഈ ഭാഗത്തും അതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി ഹാൻഡിലെടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. ഈ 3 ഇഞ്ചിൻ്റെ അവിടെയും ഈ 3 ഇഞ്ചിൻ്റെ അവിടെയും വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗത്തെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് തയ്ച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ പഴയ തുണിയിൽ ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾ നല്ല തുണിയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്. ഹാൻഡിലെല്ലാം പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്.
നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ഇപ്പോൾ പഴയ തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതെന്നുള്ളത് ആരും പറയില്ല. അപ്പോൾ അതെല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത ഐഡിയ കാണാം. ഇനി അടുത്ത ഐഡിയ നോക്കാം. ഞാനിത് വെച്ചിട്ട് ഒരു ഡോർമാറ്റാണ് സ്റ്റിച്ച് ചെയ്യണത്. അതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 29 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. 20 ഇഞ്ച് വിഡ്ത്തിലും കട്ട് ചെയ്തെടുക്കുക. അതേ അളവിൽ തന്നെ പാൻറ്റിൻ്റെ ഒരു പീസും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുഭാഗത്ത് പാൻറ്റിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത പീസ് എല്ലാ ഭാഗത്തേക്കും എത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്താത്ത ഭാഗത്ത് വേറെ ചെറിയ പീസുകൾ എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ മറ്റേ പഴയ ടോപ്പ് തന്നെ വേറെ ഉണ്ടെങ്കിൽ ഒരു 2-3 ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഈ സൈഡിലും കൂടെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക. ഈ രീതിയിലാണ് ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് മുകളിൽ നല്ല പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് പതിച്ചടിച്ചിട്ട് പിന്നെ പൈപ്പിങ് വയ്ക്കുകയോ അല്ലെങ്കിൽ ഫ്രില്ല് വെച്ച് കൊടുക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ മാറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിന് മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിയിൽ വെച്ചിട്ടുള്ള പാൻറ്റിൻ്റെ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പൈപ്പിങ്ങും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡോർമാറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കാല് വേദനിക്കുന്നവരൊക്കെ ഉണ്ടാവില്ല. അങ്ങനത്തെവർക്കൊക്കെ ഇങ്ങനെ മാറ്റ് തയ്ച്ചിട്ടിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ പെയിനൊന്നും വരില്ല. ഇപ്പോൾ എല്ലാവർക്കും ഒന്നും കിച്ചണിൽ ചെരുപ്പ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അങ്ങനത്തെവർക്കൊക്കെ ഇങ്ങനത്തെ പഴയ ഡ്രസ്സൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്. 4 ഐറ്റംസാണ് ഞാനിപ്പോൾ പഴയ ഡ്രസ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.